റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ലോക്ക്ഡൌൺ സമയത്ത് എനിക്ക് 100% റിസൾട്ട് തന്ന ഒരു ഫേസ് പാക്ക് കാണിച്ചു തരാനാട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു ഫേസ് പാക്ക് ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ യൂസ് ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്ക് ആട്ടോ ഇത്. അത് മാത്രമല്ല, നാച്ചുറൽ ആയിട്ടും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഫേസ് പാക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് നല്ല കട്ടി തൈരാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാട്ടോ. അതിനുശേഷം ബ്രൂവിന്റെ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്ന ഈ ഒരു കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു വിരലിന്റെ നീളത്തിനാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാനും എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി എടുക്കും. അരിപ്പൊടി കുറച്ചുകൂടി എഫക്റ്റീവ് ആണ്. ഇപ്പൊ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ ഗോതമ്പ് പൊടി ആഡ് ചെയ്താണ്. ഗോതമ്പ് പൊടിയും റിസൾട്ട് കിട്ടുന്ന ഒന്നാട്ടോ. അതിനുശേഷം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള തേയിലയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മഞ്ഞൾ നന്നായിട്ട് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് എല്ലാം കൂടി ഇതുപോലെ മിക്സ് ചെയ്യുക. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി വരും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ആയാലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവൂ കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ താഴേന്ന് മേലോട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലാതെ മേലെയും താഴോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ. കാരണം ഈ ഒരു അപ്വേർഡ് ആപ്ലിക്കേഷൻ നമ്മുടെ ഫേഷ്യൽ മസിൽ ടോണിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടാനും അത് മാത്രമല്ല റിങ്കിൾസ് കുറയ്ക്കാനും പഫിനസ് കുറയ്ക്കാനും സാഗിങ് ഒഴിവാക്കാനായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ മെത്തേഡ് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഏതൊരു ഫേസ് പാക്ക് ഇട്ടാലും നിങ്ങൾ താഴേന്ന് മുകളിലേക്ക് മാത്രം ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾ കൈകൊണ്ടാണെങ്കിലും ഇതുപോലുള്ള ബ്രഷ് കൊണ്ടാണെങ്കിലും താഴേന്ന് മുകളിലേക്ക് മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളതാണ്. 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ എടുത്തിട്ടുള്ളത്. മാക്സിമം നാച്ചുറൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി റിസൾട്ട് കൂടുതൽ കിട്ടും കേട്ടോ. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ടോൺ ഇതേ അല്ലായിരുന്നു. ഇതിൽ നിന്ന് കുറച്ചുകൂടി മാറ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ മാറ്റം ഉണ്ടായത് ഈ ഒരു ഫേസ് പാക്കും പിന്നെ സ്കിൻ കെയറും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. പിന്നെ കസ്തൂരി മഞ്ഞൾ ചിലർക്ക് ഫേസിൽ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അതിന് പകരമായിട്ട് മഞ്ചിഷ്ടയുടെ പൗഡറോ അതല്ലാന്നുണ്ടെങ്കിൽ ചന്ദനത്തിന്റെ പൗഡറോ. മഞ്ചിഷ്ടയുടെ പൗഡർ അടിപൊളിയാണ്ടോ, ഭയങ്കര റിസൾട്ടാണ് അതിന്. ഓൾറെഡി ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കസ്തൂരി മഞ്ഞൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാം. ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇത് കാണിച്ചതുപോലെ അതേപോലെ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിന് സ്യൂട്ട് ആയിട്ടുള്ളത് കാര്യങ്ങൾ വെച്ചിട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കി എടുത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. അതല്ല, ഈ ഒരു ഫേസ് പാക്ക് തന്നെയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലുള്ള കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഏതൊരു ഫേസ് പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ സംസാരിക്കാനായിട്ട് പാടില്ല. ഇതിലൊക്കെ കസ്തൂരി മഞ്ഞളിന്റെ കളറായി നിങ്ങളൊരു ഗ്ലൗസ് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ആവില്ല. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടായതുകൊണ്ടാണ് ഞാൻ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്തത്. കഴുത്തിലും കഴുത്തിന്റെ പുറകിലും എന്തായാലും അപ്ലൈ ചെയ്യണം കേട്ടോ. ഭയങ്കര ഡ്രൈ ആയിട്ട് എടുക്കണ്ട. അങ്ങുമൊക്കെ ചെറുതായിട്ട് ഡ്രൈ ആയില്ലും കുഴപ്പമില്ല. ഞാനിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുത്തു. ഒരു 15 മിനിറ്റ്സ് മാത്രമേ നമ്മുടെ ഫേസിൽ ഇത് വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. 15 മിനിറ്റ്സ് കൂടുതൽ വെച്ചിട്ട് കാര്യമില്ല. റിസൾട്ട് ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം വെച്ചിരിക്കുന്ന റിസൾട്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിൽ കൂടുതൽ വെച്ചെന്ന് കരുതി നമുക്ക് റിസൾട്ട് കൂടാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് 15 മിനിറ്റ്സ് മാക്സിമം വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇത് ഞാൻ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന റിസൾട്ട് ആട്ടോ. പിന്നെ ഏതൊരു പാക്ക് ഇട്ടാലും ആ ഒരു സമയത്ത് നമുക്ക് അടിപൊളി ഒരു റിസൾട്ട് തരും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡള്ളാവും. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ മഞ്ഞൾ എടുക്കുമ്പോൾ ഒരുപാട് എടുക്കാതെ കുറച്ച് മാത്രം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ കളർ വിട്ട് മാറാൻ നമുക്ക് കുറച്ച് പ്രയാസമായിരിക്കും. പിന്നെ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പിന്നെ സോപ്പ് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. മാക്സിമം നമ്മുടെ ഫേസിൽ ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ എന്റെ ഫേസിൽ കാണുന്നത് ഡാർക്ക് സ്പോട്ട്സ് ആണ്. പണ്ട് ഒരുപാട് പിമ്പിൾസ് വന്നിട്ടുണ്ട്. അതിന്റെ ഡാർക്ക് സ്പോട്ട്സ് ആയിരുന്നു. എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മളൊരു ക്രീം ഡാർക്ക് സ്പോട്ട്സ് പോകാൻ വേണ്ടിയിട്ട് ഒരു ക്രീം യൂസ് ചെയ്താൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഡാർക്ക് സ്പോട്ട്സ് അത് പോവും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെയും തിരിച്ചു വരും. അതുകൊണ്ട് അത് ഏതൊരു ഡാർക്ക് സ്പോട്ട്സ് ആയാലും പതിയെ തനിയെ മാറിപ്പോകുന്നതാണ് നല്ലത്. നമ്മൾ ഇതുപോലുള്ള ഫേസ് പാക്കോ അല്ലാന്നുണ്ടെങ്കിലുള്ള സ്കിൻ കെയറോ ഒക്കെ ചെയ്യുമ്പോൾ തനിയെ അത് മാറിപ്പോകും. അല്ലാതെ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും. മാറാനല്ല, മാറും. പക്ഷെ പിന്നെയും വരും. പിന്നെയും നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ
അങ്ങനെ ഫേസും കഴുത്തും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഡിഫറൻസ്. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്ക് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൽ ഞാൻ ഇട്ടിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും അത്രയും അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാട്ടോ. അതുകൊണ്ട് തന്നെ ഓരോന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല, അത്രയും അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് 100% റിസൾട്ട് കിട്ടിയതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.